പ്രവാസി ലോകത്തിൽ നിന്ന് ഇതാ നമ്മളുടെ സ്വന്തം മണ്ണിലേക്കൊരു യാത്ര. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ അടിച്ചു പൊളിച്ച് നമ്മൾക്ക് നമ്മളുടെ മണ്ണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് എത്ര പറഞ്ഞറിയിക്കാനും പറ്റാത്ത ഒരു സന്തോഷമാണ്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമ്മളുടെ വീടെത്തിയോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം എത്തിയോ എന്നാണ്. ഇതാ ഒത്തിരി കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇതാ എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. രാവിലെ വന്നപ്പോൾ ഈ വീടും വെട്ടവും വെളിച്ചമൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല ആശ്വാസമായി. ഫ്ലാറ്റുകളിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി ഒത്തിരി താങ്ക്സ് ദൈവത്തിനോട് പറയുകയാണ്. ഇതാണ് ഞങ്ങളുടെ കൂടാരം. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചുറ്റും നന്നായിട്ട് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടിട്ടുള്ള ഞങ്ങളുടെ കുറേ കൃഷിത്തോട്ടമുണ്ട്. അതിലൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മുളകും അതേപോലെ തന്നെ പേരയ്ക്ക, മാങ്ങ, അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൊണ്ട് നട്ടിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് നമ്മളിത് കാണുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ കാട് പിടിച്ച് വളർന്നിരിക്കുകയാണ് കേട്ടോ. അത് കാന്താരിയാണ്. അതേപോലെ തന്നെ അടുത്തത് ഇനി കാണുന്നത് എല്ലാവരും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ കാലം നാട്ടിലില്ലാത്തത് കാരണമായിരിക്കാം ഇങ്ങനെ ഒരു മുളക് ഞാൻ കാണാത്തത് കേട്ടോ. ഒരു വയലറ്റ് മുളകാണ് ഇത് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ റെഡായിട്ട് പഴുക്കുമ്പോൾ ഒത്തിരി നല്ല എരിവുള്ള ഒരു മുളകാണ്. ഒത്തിരി പറിച്ച് ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിൽ എങ്ങനെയാണ് ഇങ്ങനെ കായ ഉണ്ടാവുന്നതെന്ന്. ഒരു വളവും അങ്ങനെ ഇട്ടിട്ടില്ല. ആദ്യം നമ്മൾ ചേർക്കുമ്പോഴുള്ള വളങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതിലൊന്നും ഇടാറില്ല കേട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.